അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ നബിയിൽ മുസ്തഫ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം ബഹുമാന്യരായ സക്കരിയ നബി അലൈഹിസ്സലാമിൻ്റെ മേൽ വർഷിക്കുന്നതിൻ്റെ കഥയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വാർദ്ധക്യ സഹജമായ ഒരു സമയത്താണ് സക്കരിയ നബി അലൈഹിസ്സലാമിന് യഹിയ നബി അലൈഹിസ്സലാമിന് അള്ളാഹു നൽകുന്നത്. ആ കഥയുടെ അവസാനത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിഷാറത്തു വലദിൻ, ഒരു ആൺകുഞ്ഞിനെ കുറിച്ചുള്ള സന്തോഷ വാർത്ത. ബിഷാറ എന്ന് പറഞ്ഞാൽ സന്തോഷ വാർത്ത. ബഷീർ, സന്തോഷ വാർത്ത നൽകുന്നവൻ എന്നർത്ഥം. അജാബ് അല്ലാഹു ദുആഅഹു, സക്കരിയ നബി അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു. തവജ്ജഹത് ഇലൈഹി, ഈ സക്കരിയ നബി അലൈഹിസ്സലാമിലേക്ക് മുന്നിട്ട് വന്നു എന്നർത്ഥം. അൽ ബിഷാറത്തു ബി വലദിൻ സ്വാലിഹിൻ, ഒരു സ്വാലിഹായ സച്ചരിതനായ ഒരു കുഞ്ഞിനെ കുറിച്ചുള്ള സന്തോഷ വാർത്ത. ഖറുബ സമാനു വിലാദത്തിഹി, ആ കുഞ്ഞിൻ്റെ ജന്മം, അതിൻ്റെ സമയം അടുക്കുകയും ചെയ്യും. കുഞ്ഞ് ജനിക്കാനുള്ള സമയം അടുത്തിരിക്കുന്നു എന്ന വാർത്ത ആർക്ക് വന്നു? സക്കരിയ നബി അലൈഹിസ്സലാമിന്. അപ്പോൾ വഖുലിക്കൽ ഇൻസാനു മിൻ അജലിൻ, പിന്നെ ഒരു തത്വം പറയുകയാണ്. സ്വാഭാവികമായിട്ടും കുട്ടി പ്രസവിക്കാനായിട്ടുണ്ട്, നിങ്ങൾക്കൊരു കുഞ്ഞ് പിറക്കാനായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ പെട്ടെന്നൊരു എന്തുണ്ടാവും? ഒരു അജലുണ്ടാവും അല്ലേ? ഒരു എന്താ ഇപ്പോൾ വരും എന്നുള്ളൊരു തോന്നലുണ്ടാവും. അതാണ് അജൽ എന്ന് പറയുന്നത്, ഒരു ധൃതി. അപ്പോൾ ഖുലിക്കൽ ഇൻസാനു മിൻ അജലിൻ, മനുഷ്യന്മാർ ധൃതിയിൽ നിന്നാണ് പടക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരുടെ കൂടെ പിറപ്പാണ് ധൃതി. എല്ലാവർക്കും ഒന്ന് പെട്ടെന്നായിരുന്നെങ്കിൽ എന്നൊരു തോന്നലുണ്ടാവും. അതുകൊണ്ട് തന്നെ അതേപോലെ തന്നെ ആയിരുന്നു സക്കരിയ നബി അലൈഹിസ്സലാമും. ഫത്വലബ അമാറത്തൻ, അപ്പോൾ ഈ സക്കരിയ നബി അലൈഹിസ്സലാം ഒരു അടയാളം ആവശ്യപ്പെട്ടു അള്ളാഹുവിനോട്. അല ഇംകാനി ഹാദൽ ഹദസിൽ കബീർ, ഈ വലിയ സംഭവം ഉണ്ടാവുമെന്ന സാധ്യത അല്ലേ, അത് ഉണ്ടാവാൻ പോവുകയാണല്ലോ. അപ്പോൾ അതിൻ്റെ മേൽ അറിയിക്കുന്ന ഒരു തെളിവ്. ഇംകാൻ എന്ന് പറഞ്ഞാൽ സാധ്യത എന്നർത്ഥം, ഹദസ് പറഞ്ഞാൽ ഈ സംഭവം. അപ്പോൾ ഈ സംഭവം എപ്പോൾ ഉണ്ടാവും എന്നറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് വല്ല അടയാളവും നമ്മൾ ചോദിച്ചു. വഖുർബി ളുഹൂരിഹി, ഈ സംഭവം വെളിവാവുന്നത് അടുത്തിരിക്കുന്നു എന്നറിയിക്കുന്ന എന്തെങ്കിലും ഒരു അടയാളം കിട്ടുമോ എന്ന് അള്ളാഹിനോട് ചോദിച്ചു. അപ്പോൾ അള്ളാഹ് അടയാളം കൊടുത്തു. അത് ഖുർആനിൽ വളരെ സുന്ദരമായി പറയുന്നുണ്ട്. ഫഖാല, അപ്പോൾ ഈ സക്കരിയ നബി അലൈഹിസ്സലാമിനോട് ചോദിച്ചതായി ഖുർആൻ പറയുന്നു. റബ്ബി, അള്ളാഹുവേ, ഇജ്അല്ലി, നീ എനിക്ക് ഉണ്ടാക്കിത്ത ആയത്തൻ, ഒരു അടയാളം. ഖാല, അപ്പോൾ അള്ളാഹു പറഞ്ഞു, ആയത്തുക, നിനക്കുള്ള അടയാളം, അല്ലാ തുകല്ലിമ, നീ സംസാരിക്കാതിരിക്കുക എന്നുള്ളതാണ്. അന്നാസ, ജനങ്ങളോട്, സലാസത അയ്യാമിൻ, 3 ദിവസം, ഇല്ല റംസ, സൂചനകളിലൂടെയല്ലാതെ, ആംഗ്യങ്ങളിലൂടെയല്ലാതെ. റംസ് എന്നതാണ്, ഓക്കെ, ആംഗ്യം. അപ്പോൾ ഇതൊരു അടയാളമാണോ? ആണ്. സക്കരിയ നബി അലൈഹി സ്വലാമിന് സംസാരശേഷി ഉണ്ടാവില്ല ഈ 3 ദിവസം. എത്ര ശ്രമിച്ചിട്ടും കഴിയില്ല. അപ്പോൾ ആംഗ്യത്തിലൂടെ മാത്രമേ ആ 3 ദിവസം സംസാരിക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ മനസ്സിലാക്കിക്കോളിയും, നിങ്ങൾക്കൊരു കുഞ്ഞ് പിറക്കാനായിരിക്കുന്നു. എന്തായാലും വദ്കുർ റബ്ബക, നിങ്ങളുടെ നാഥനെ നിങ്ങൾ സ്മരിക്കുക. കസീറ, ഒരുപാട്. വസബ്ബിഹ്, നിങ്ങൾ സൽകീർത്തനം നൽകുക, അഥവാ തസ്ബീഹ് ചെല്ലുക. ബിൽ അഷി, വൈകുന്നേരം, വൽ ഇബ്കാരി, രാവിലെ. അഷി പറഞ്ഞാൽ ഇശാ സമയം, വൈകുന്നേരം. ഇബ്കാർ പറഞ്ഞാൽ ബുക്കൂർ സമയം, പ്രഭാതം. എന്തായാലും ഇതാണ് സക്കരിയ നബി അലൈഹിസ്സലാമിന് നൽകിയ അടയാളം. അപ്പോൾ ചോദ്യം ഉണ്ടാവും. ഓക്കെ, മകൻ ഉണ്ടാവുന്നു എന്നുള്ളത് തെളിയിക്കാൻ വേണ്ടി അള്ളാഹു സക്കരിയ നബി അലൈഹിസ്സലാമിന് നൽകിയ അടയാളം എന്ത്? അല്ലാ തുകല്ലിമന്നാസ സലാസത അയ്യാമിൻ ഇല്ലാ റംസ. അപ്പം ഞാൻ അള്ളാഹുവിനെ കുറിച്ച് പറയാണ്. ഫൽ ഖാദിറു, അപ്പോൾ കഴിവുള്ളവൻ. അല്ലദീ, എങ്ങനത്തെ കഴിവുള്ളവൻ? യസ്തതിഉ, അവന് കഴിയും. ഐ യസ്ലുബ, എടുത്തു കളയാൻ. ഖവാസൽ അഷ്യായി,
പ്രത്യേകമായ കാര്യങ്ങളൊക്കെ. ഫയജ്അലുൽ ലിസാന, പിന്നെ എന്തിനും കഴിയും, ഫയജ്അലുൽ ലിസാന നാവിനെയാക്കും, അന്നാത്തിക ഇതുവരെ സംസാരിച്ചു കൊണ്ടിരുന്ന നാവിനെയാക്കും, അബ്കമ സംസാരിക്കാൻ കഴിവില്ലാത്തതാക്കും. അബ്കമ പറഞ്ഞാൽ അല്ലേ മൂഖൻ എന്നർത്ഥം, സംസാരിക്കാൻ കഴിയാതിരിക്കുക. അങ്ങനത്തെ നാവ് എന്ന് ചോദിച്ചാൽ ലാ യസ്തതിഉ, ആ നാവിന് കഴിയില്ല യതഹറക ബി കലിമത്തിൻ, ഒരു വാക്ക് പോലും ഉച്ചരിക്കാൻ. അപ്പോൾ ഒരു വാക്ക് പോലും ഉച്ചരിക്കാൻ കഴിയാത്ത മൂകമാക്കി മാറ്റും നാവിനെ. ഓക്കെ, അപ്പോൾ എല്ലാത്തിനും കഴിയുന്ന അള്ളാഹു യസ്തതിഉ, അവന് കഴിയും അയ്യൂദി മാ ശാഅ മിൻ മഖ്ലൂഖാതിഹി, അള്ളാഹുവിന് അവൻ്റെ സൃഷ്ടികളിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കാൻ മാ ശാഅ മിൻ ഖവാസ, അവനുദ്ദേശിച്ച ചില പ്രത്യേകതകൾ. യൂദിയാർന്ന് ഉണ്ടാക്കി കൊടുക്കും. വൽ ഖവിയ്യു, അപ്പോൾ കഴിവുള്ളവനായ അള്ളാഹു അല്ലദീ, എങ്ങനത്തെ യസ്തതിഉ അൻ യംന, ഒരു ചില സംഗതികൾ വിലക്കാൻ. ഇപ്പോൾ സക്കരിയ നബി അലൈഹി ഇസ്ലാമിന് ഇത്രയും കാലം അള്ളാഹു മക്കളെ വിലക്കി. അപ്പോൾ മക്കളെ വിലക്കാൻ കഴിവുള്ള ആൾ തന്നെ യസ്തതിഉ അൻ യുഅ്തിയ, മക്കളെ നൽകാനും കഴിയും. അപ്പോൾ അതത്രയേ ഉള്ളൂ എന്നർത്ഥം. എന്തായാലും ആയാത്തുല്ലാഹി വ ഖുദ്റത്തുഹു, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തവും അള്ളാഹുവിൻ്റെ കഴിവും. വല്ലഹറത്ത് ആയാത്തുല്ലാഹി വ ഖുദ്റത്തുഹു ഫി ജിസ്മിഹി, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തവും അള്ളാഹുവിൻ്റെ കഴിവും ഫി ജിസ്മിഹി, സക്കരിയ നബി അലൈഹിസ്സലാമിൻ്റെ ശരീരത്തിൽ വെളിവായി. സുമ്മ ഫി ബൈതിഹി, അതിനുശേഷം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ, വ ഉസ്റത്തിഹി, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലും അഥവാ ഭാര്യയിലും. വലിദ യഹ്യ, അപ്പം അങ്ങനെയാണ് യഹ്യ നബി അലൈഹിസ്സലാം ജന്മമെടുക്കുന്നത്. ഫഖറത്ത് ബിഹി ഐനുഹു, യഹ്യ നബി അലൈഹിസ്സലാം ജനിച്ചപ്പോൾ സക്കരിയ നബി അലൈഹിസ്സലാമിൻ്റെ കണ്ണ് കുളിർമയായി. വഷ്തദ്ദ ബിഹി അസ്റുഹു, അതുവരെ വളരെ നിരാശനായി ആകെ ക്ഷീണം തോന്നിയിരുന്ന ആൾക്ക് സന്തോഷം കൊണ്ട് അദ്ദേഹത്തിൻ്റെ അരക്കെട്ടൊക്കെ ഒന്ന് ശക്തമായി. അരക്കെട്ട് ശക്തമാവുക പറഞ്ഞാൽ നമുക്കൊരു ഉഷാറ് വരുമ്പോൾ നമ്മളങ്ങോട്ട് ഊര മുറുക്കുക എന്നൊക്കെ പറയില്ലേ, ഊര നിവർത്തുക എന്നൊക്കെ പറയില്ലേ, അതേപോലെ ഊര നിവർത്തി. ആശത്ത് ബിഹി ദാവത്തുഹു, അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രബോധന പരിപാടികൾക്കൊക്കെ ജീവൻ വെച്ചു. ആശ എന്ന ജീവൻ വെച്ചു എന്നാണ് നമ്മൾ ആലങ്കാരികമായിട്ട് പറയും, നല്ല മലയാളത്തിൽ. അപ്പോൾ ഖുർആൻ ഇത് പറയുന്നത് എങ്ങനെയാണെന്ന് നോക്കൂ. വസ്മഉൽ ഖുർആൻ യഹ്കി ഹാദിഹിൽ കിസ്സ, ഈ കഥ എങ്ങനെയാണ് ഖുർആൻ എന്ന് പറയുന്നത് നോക്കൂ. താറത്തൻ ഫി ഈജാസിൻ വ തൗറൻ ഫി തഫ്സീൽ. താറത്തൻ എന്ന് പറഞ്ഞാൽ ചില സമയങ്ങളിൽ ചുരുക്കിയാണ് ഖുർആൻ പറയുന്നത്, വ തൗറൻ മറ്റു ചില സമയങ്ങളിൽ ഫി തഫ്സീലിന് വിശദീകരിച്ചു. അപ്പോൾ ഈജാസ് എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റാണ് തഫ്സീൽ. തഫ്സീലാണ് വിശദമായി, ഈജാസ് ആണ് ചുരുക്കി. ഫയഖൂൽ, അപ്പോൾ ഖുർആൻ പറയാണ് സക്കരിയ നബി അലൈഹിസ്സലാം ഇത് നാദ റബ്ബഹു, അദ്ദേഹം തൻ്റെ നാഥനെ വിളിച്ച സന്ദർഭം ഓർക്കുക. എന്താ പറഞ്ഞത്? റബ്ബിനോട് എന്താ പറഞ്ഞത്? റബ്ബി, പടച്ചോനെ, ലാ തദർനി, എന്നെ ഉപേക്ഷിക്കല്ലേ. ലാ തദർ, വദറ യദിർ, ഉപേക്ഷിക്കൽ. ലാ തദർനി, നീ എന്നെ ഉപേക്ഷിക്കല്ലേ, ഫർദൻ, ഒറ്റക്ക്. അൻത ഖൈറുൽ വാരിസീൻ, നീയാണല്ലോ അനന്തരാവകാശികളെ നൽകാൻ ഏറ്റവും യോഗ്യനായ ആൾ. നീയാണല്ലോ ഓരോ ആളുകൾക്കും അയാളുടെ മക്കളെ നൽകുന്നത്, അനന്തരാവകാശികളെ നൽകുന്നത്. ഇത് പറഞ്ഞപ്പോൾ അള്ളാഹു പറയുകയാണ്, ഫസ്തജബ്നാ ലഹു, നാം അദ്ദേഹത്തിന് ഉത്തരം നൽകി. വവഹബ്ന, നാം നൽകി, ലഹു, അദ്ദേഹത്തിന്, യഹ്യ നബി. വ അസ്ലഹ്ന, നാം നന്നാക്കി, ലഹു, അദ്ദേഹത്തിന്, സൗജഹു, അദ്ദേഹത്തിൻ്റെ ഭാര്യ. ഇന്നഹും, അവർ, ഈ സക്കരിയ നബി അലൈഹിസ്സലാമും ഭാര്യയും, യുസാരിഊന ഫിൽ ഖൈറാത്ത്, കാനു, അവരായിരുന്നു, യുസാരിഊന ഫിൽ ഖൈറാത്ത്, നന്മയിൽ വേഗത്തിൽ ചെയ്യുന്നയാളായിരുന്നു, നന്മകൾ വേഗത്തിൽ ചെയ്യുന്ന ആളുകൾ. വയദ്ഊനന, നമ്മെ വിളിക്കുന്ന ആളുകളായിരുന്നു, റഗബൻ വറഹബ, ആഗ്രഹത്തോടെയും പേടിയോടുകൂടെയും. വെറും ആഗ്രഹം മാത്രമല്ല, പേടിയുണ്ട്. പടച്ചവനോട് ഒരു സത്യവിശ്വാസി ഈ രണ്ട് കാര്യങ്ങളുടെയും ഇടയിലായിരിക്കണം എപ്പോഴും എന്നാണ്. ഒരു ഖൗഫും വേണം, ഒരു റജാവും വേണം. അള്ളാഹുവിനോട് വലിയ പേടി വേണം. പടച്ചവൻ നമ്മളെ ശിക്ഷിക്കുമോ, നരകത്തിലിടുമോ എന്നൊക്കെയുള്ള പേടി വേണം. അതേപോലെ തന്നെ റജാവും വേണം. പടച്ചവൻ കാരുണ്യവാനല്ലേ, പടച്ചവൻ നമ്മളങ്ങനെ ഒഴിവാക്കില്ല എന്നുള്ള പ്രതീക്ഷ. ഇത് രണ്ടുമാണ്, രണ്ടോടുകൂടെ. റഹബ് പറഞ്ഞ ആഗ്രഹം, പ്രതീക്ഷ. റഹബ് പറഞ്ഞ പേടി, ആശങ്ക. വക്കാനു, അവരായിരുന്നു, ഈ സക്കരിയ നബി അലൈഹിസ്സലാം ഭാര്യയുമായിരുന്നു, ലന, നമ്മോട്, ഖാശിഈൻ, ഭയഭക്തിയുള്ളവരായിരുന്നു.
എന്തായാലും യഹിയ നബിയെ നൽകി. ഇനി യഹിയ നബിയുടെ ഒരു ചെറിയ വിവരണം. യഹിയ യൽതലിഉ ബിഅഅബാഇ ദഅവ. ഇൽത്വല എന്ന വളരെ ബുദ്ധിമുട്ടായ കാര്യങ്ങളെ ഏറ്റെടുക്കുന്നതിനാണ് ഇൽത്വല എന്ന് പറയുന്നത്. ഇൽത്വല മുമ്പ് വന്ന വാക്കാണ്. അബഉൻജമ അബ എന്ന് പറഞ്ഞാൽ ഭാരങ്ങൾ, ഭാരം. അപ്പോൾ പ്രബോധനത്തിൻ്റെ ഭാരങ്ങൾ ഏറ്റെടുക്കുകയാണ് യഹിയ. വയൂലദു യഹിയ, യഹിയ പ്രസവിക്കപ്പെടുന്നു, യഹിയ ജനിക്കുന്നു കേട്ടോ. യലിദു എന്നുള്ളതിൻ്റെ ഔലദ യൂലദു അത് മജ്ഹൂലാണ്. ഓക്കെ. ഖുർറത ഐനിൻ ലി അബവൈഹി, ആ യഹിയയുടെ മാതാപിതാക്കൾക്ക് കണ്ണിന് കുളിർമയായിട്ട്. വ ഖലീഫത്തൻ ലി വാലിദിഹിൽ അലീം, മഹാനായ ഉപ്പാക്ക് ഒരു പ്രതിനിധിയായിട്ട്. ഖലീഫ എന്ന പ്രതിനിധിയാണ്, ശേഷം വരുന്ന ആൾ അല്ലേ. അതുപോലെ തന്നെ ഫയൽതലിഉ, അദ്ദേഹം ഏറ്റെടുക്കുന്നു ബി അഅബാഇ ദഅവ, ദഅവത്തിൻ്റെ ഇസ്ലാമിലേക്കുള്ള പ്രബോധനത്തിൻ്റെ ഭാരങ്ങൾ. ഇലല്ലാഹി, ആരിലേക്കാണ് പ്രബോധനം നടത്തുന്നത്? അള്ളാഹുവിലേക്കാണ്. വദ്ദീനിൽ ഖാലിസി, മഹത്തായ ദീനിലേക്കുമാണ്. ഖാലിസ് എന്ന ആത്മാർത്ഥമായ എന്നാണ്, കലർപ്പില്ലാത്ത എന്ന അർത്ഥമാണ് ഉള്ളത്. വതൽഹറു ഫീഹി, അങ്ങനെ ഈ യഹിയ നബി അലൈഹിസ്സലാമിൽ പ്രകടമാവുന്നു. ചെറിയ കുട്ടിയാണല്ലോ, ചെറിയ കുട്ടിയിൽ തന്നെ പ്രകടമാവുകയാണ് ആസാറുൻ നജാബത്തി. നജീബ് എന്ന സ്മാർട്ട് എന്നർത്ഥം അല്ലേ. അപ്പോൾ ആ മികവിൻ്റെ, സ്മാർട്ട്നെസ്സിൻ്റെ, നജാബത്ത് പറഞ്ഞ സ്മാർട്ട്നെസ്, അതിൻ്റെ അടയാളങ്ങൾ യഹിയ നബിയിൽ വെളിവാവുന്നു. മുന്ദു സിഗരി, ചെറുപ്പകാലം തൊട്ട്. ഫയുഖ്ബിലു അലൽ ഇൽമി, അറിവിൻ്റെ മേൽ അദ്ദേഹം മുന്നിടുന്നു. ബിഷഗഫിൻ, വളരെ വലിയ ആഗ്രഹത്തോടെ, നല്ല ആഗ്രഹത്തോടെയാണ് അദ്ദേഹം മുന്നിടുന്നത്. എപ്പോൾ തന്നെ വഹുവ ഗുലാമുൻ, ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ. വയതഹല്ല ബിസ്വലാഹി, തഹല്ല എന്ന് പറഞ്ഞാൽ ഹുല്യ, ആഭരണം. ആഭരണം ധരിക്കുന്നതിനാണ്, സമയം ധരിക്കുന്നതിനാണ് തഹല്ല എന്ന് പറയുക. ഇവിടെ അദ്ദേഹം നന്മയുടെ ആഭരണം ധരിക്കുന്നു എന്ന് പറഞ്ഞർത്ഥം നന്മ അണിയുക എന്നർത്ഥം. നന്മ ഉണ്ടാവുക എന്ന് മാത്രമല്ല, നന്മ അണിഞ്ഞു നടക്കാൻ അത്രക്കും നന്മ വേണം അല്ലേ. യതഹല്ല ബിസ്വലാഹി വത്തഖ്വ, നന്മയുടെയും ഭയഭക്തിയുടെയും ആഭരണം അണിഞ്ഞിരുന്നു അദ്ദേഹം. വഹുവ ശാബുൻ, യുവാവായിരിക്കത്തൻ. വയംതാസു അൻ അഖ്റാനിഹി, അദ്ദേഹത്തിൻ്റെ സമപ്രായക്കാരിൽ നിന്ന് വിഭിന്നമായിരുന്നു. അവരെക്കാൾ ഒരു ഇംതിയാസ്, ഒരു പ്രത്യേകത അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഫിൽ ഹുബ്ബി വൽ ഹനാനി, സ്നേഹത്തിലും വാത്സല്യത്തിലും. മറ്റുള്ള കുട്ടികൾക്കൊന്നുമില്ലാത്ത ഒരു സ്നേഹം, വാത്സല്യം ഒക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പിന്നെന്തും വൽ ബിർരി ബിൽ അബവൈനി, മാതാപിതാക്കളോടുള്ള ഗുണകാംക്ഷയും. അതൊന്നും മറ്റുള്ള ആളുകൾക്ക് ഉണ്ടാവുന്നതേക്കാൾ കൂടുതൽ. യുഷാറു ഫീ ദാലിക ഇലൈഹി ബിൽ ബനാനി, അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളിൽ മറ്റുള്ളവർ ഇദ്ദേഹത്തിലേക്കാണ് ചൂണ്ടുക. ഇവനെപ്പോലെ ആവണം, ഇവനെപ്പോലെ ആവണം. അതാണ് യുഷാറു ഫീ ദാലിക ഇലൈഹി ബിൽ ബനാൻ എന്ന് പറഞ്ഞാൽ. ബനാൻ ആണ് വിരലുകൾ എന്നർത്ഥം. ബനാൻ പുതിയ വാക്കാണ്, വിരലുകൾ. അപ്പോൾ യുഷാറു ഫീ ദാലിക, ഇക്കാര്യങ്ങളിൽ ചൂണ്ടപ്പെടും കേട്ടോ. ഇക്കാര്യങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഈ ബിർറും ബിൽ വാലിദൈനിലും സലാഹിലും ഹനാനിലും തഖ്വയിലും ഒക്കെ. ഇലൈഹി, ഈ യഹിയ നബി അലൈഹിസ്സലാമിലേക്ക്, ബിൽ ബനാനി, വിരലുകൾ കൊണ്ട്. അപ്പോൾ വിരലുകൾ കൊണ്ട് അദ്ദേഹത്തിലേക്ക് ചൂണ്ടപ്പെടും എന്ന് പറഞ്ഞാൽ അർത്ഥം, ആളുകൾ പറയും ഓനെ കണ്ടു നോക്ക്, ഓൻ ചെയ്യുന്ന മാതിരി തഖ്വ വേണം, ഓൻ്റെ അത്ര നന്മ വേണം, ഓനെ പോലെ മാതാപിതാക്കളെ നോക്കണം എന്നൊക്കെ പറയുമായിരുന്നു. യഖൂലു അല്ലാഹു തആല മുഖാത്തിബൻ ലഹു, അദ്ദേഹത്തെ അഭിസംബോധനം ചെയ്തുകൊണ്ട് ഖുർആൻ പറയുന്ന വാക്ക് ഇങ്ങനെയാണ്. യഹിയ നബിയെയാണ് ഇതിൽ അഭിസംബോധനം ചെയ്യുന്നത്. യാ യഹിയ, ഖുർആൻ പറയാണ് യഹിയ ഖുദിൽ കിതാബ ബിഖുവ, ശക്തിയോടുകൂടെ ഈ കിതാബിനെ നീ എടുക്കുക. കിതാബ് എന്ന് പറയുന്നത് യഹിയ നബി അലൈഹി ഇസ്ലാമിന് കിതാബ് കൊടുത്തിട്ടുണ്ടോ എന്നൊന്നും നോക്കണ്ട. അവരുടെ മുൻകാലത്തുള്ള മൂസാ നബി അലൈഹിസ്സലാമിനെ പോലെ ഉള്ള ആളുകൾക്ക് നൽകപ്പെട്ട കിതാബ് തന്നെയാണ് അവരുടെ ശരീഅത്തായിട്ട് ഉണ്ടാവുമായിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ കിതാബ് എടുക്കുക എന്ന് പറഞ്ഞു. വആതൈനാഹുൽ ഹുക്മ, ഈ യഹിയ നബി അലൈഹിസ്സലാമിന് നാം നൽകിയിട്ടുണ്ട് അൽ ഹുക്മ, വിധിയെ നൽകിയിട്ടുണ്ട്, വിധി പറയാനുള്ള കഴിവിനെ നൽകിയിട്ടുണ്ട്. സ്വബിയ, കുട്ടിയായിരിക്കെ തന്നെ. വഹനാനൻ മിൻ ലദുന്ന, നമ്മുടെ ഭാഗത്തു നിന്നുള്ളൊരു വാത്സല്യം.
വസകാത്തൻ, അതുപോലെ തന്നെ ഒരു സംസ്കരണം, മനസ്സിനും ശരീരത്തിനും ജീവിതത്തിലുമൊക്കെ ഒരു സംസ്കരണം. വകാന തഖിയ, അദ്ദേഹം ഒരു തഖ്വയുള്ള മനുഷ്യനായിരുന്നു. വബർറം ബിവാലിദൈഹി, പിന്നെ മാതാപിതാക്കളോടുള്ള ഗുണവും. വലമ്യക്കു ജബ്ബാറനാസിയ, അദ്ദേഹം ഒരു ജബ്ബാറോ, ഒരു ജബ്ബാർ എന്ന് പറയുന്നത് ഗർവുള്ള അഹങ്കാരമുള്ള ആളായിരുന്നില്ല. ആസിയ, അതുപോലെ തന്നെ നന്ദി കേട് കാണിക്കുന്ന ആളായിരുന്നില്ല. വസ്സലാമുൻ അലൈഹി യൗമ വുലിദ, അദ്ദേഹം ജനിച്ച ദിവസം അദ്ദേഹത്തിൻ്റെ മേൽ നന്മ ഉണ്ടായിരിക്കട്ടെ എന്ന് അള്ളാഹുവാണ് പറയുന്നത്. വയൗമ യമൂതു വയൗമ യുബഅസു ഹയ്യ, അദ്ദേഹം മരിക്കുന്ന സമയത്തും അതുപോലെ തന്നെ അദ്ദേഹം പുനർജീവിക്കുന്ന ദിവസവും ഒക്കെ അദ്ദേഹത്തിന് നന്മ ഉണ്ടാവട്ടെ. അപ്പോൾ അർത്ഥങ്ങൾ കൃത്യമായിട്ട് നോക്കുക. ചോദ്യോത്തര ഭാഗങ്ങളുണ്ടെങ്കിൽ അടിവരയിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കുക. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.